ഫുട്ബോൾ ലോകത്തെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് 39-കാരനായ ലിയോ മെസ്സി ഈ വേൾഡ് കപ്പിനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ 39-കാരനായ മെസ്സിയാണ്. നിലവിൽ കിലിയൻ എംബാപ്പയെയും എർലിംഗ് ഹാലൻഡിനെയും ഹാരി കെയ്നെയും എല്ലാം മറികടന്നുകൊണ്ട് 8 ഗോളുമായി ലിയോ മെസ്സി ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 39-കാരൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഇത് ഫുട്ബോളിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്ന ഉത്തരം മാത്രമേ അതിൻ്റെ മറുപടി പറയാനാകൂ. അർജന്റീനയെ തൻ്റെ ചിറകിലേറ്റിക്കൊണ്ട് മെസ്സിയും അർജന്റീനയും കുതിക്കുകയാണ്. ഇപ്പോൾ ആ കുതിപ്പ് ക്വാർട്ടർ ഫൈനൽ വരെ എത്തി നിൽക്കുന്നു. ഇത്തവണ ലിയോ മെസ്സി വേൾഡ് കപ്പിൻ്റെ സകലകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കുതിപ്പ് നടത്തുന്നത്. വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ അൾജീരിയക്കെതിരെ ഹാട്രിക് കുറിച്ച ലിയണൽ മെസ്സി സാക്ഷാൽ ജർമ്മൻ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസയുടെ വർഷങ്ങളായുള്ള റെക്കോർഡ് തകർത്തെറിഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയവൻ എന്ന റെക്കോർഡായിരുന്നു മെസ്സി പഴങ്കഥയാക്കിയത്. മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകൾ ലിയോ മെസ്സി ആദ്യ മത്സരത്തിൽ തന്നെ മറികടന്നു. ഇപ്പോൾ ഇതാ ആ റെക്കോർഡ് മെസ്സി ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സാക്ഷാൽ മിറോസ്ലാവ് ക്ലോസയുടെ വാക്കുകൾ ഇങ്ങനെ: അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി 2011 മുതൽ 2013 വരെ ലാസിയോയിലെ എൻ്റെ സഹതാരമായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പതിവായി മെസ്സേജ് അയക്കാറുണ്ട്. എനിക്കും മെസ്സിക്കും ഇടയിൽ അദ്ദേഹം ഒരു ഫോൺ കോൾ തന്നെ ഏർപ്പാടാക്കി. അതൊരു വൈകാരികമായ അനുഭവമായിരുന്നു. മെസ്സി എൻ്റെ റെക്കോർഡ് തകർത്ത ശേഷമായിരുന്നു മെസ്സി എന്നെ ഫോണിൽ വിളിച്ചത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. തീർച്ചയായും പിച്ചിൽ ഞങ്ങൾ കുറച്ചു തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആ കൂടിക്കാഴ്ചകൾ എപ്പോഴും വളരെ മനോഹരവും ബഹുമാനപൂർണവുമായിരുന്നു. എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായാണ് സംസാരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതായിരുന്നു. മെസ്സിയുടെ ഫോൺ കോളിൽ തന്നെ എന്നെ അതിശയപ്പെടുത്തി. എനിക്കൊരു ഓട്ടോഗ്രാഫ് ചെയ്ത് ജേഴ്സി അയച്ചു തരാമെന്ന് ലിയോ മെസ്സി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു മിറോസ്ലാവ് ക്ലോസയുടെ വാക്കുകൾ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കാണാം.